പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം ഒരുമിച്ച് ധ്യാനിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷാലോം ടൈമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിക്കും. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് നോക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ അടുത്ത് വന്നിട്ടുള്ളപ്പോഴൊക്കെയും അങ്ങയുടെ ഹൃദയം ഞങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്, ഞങ്ങളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഞങ്ങളെ വിടുവിച്ചിട്ടുണ്ട്, ഞങ്ങളെ രട്ടഴിച്ച് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ ഹല്ലേലൂയ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ച ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ ശബ്ദം കേൾക്കുവാൻ ഇന്ന് ഞങ്ങളെ ഒരിക്കൽ കൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് മാത്രം മഹത്വം എടുക്കണം. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്. വീണ്ടും ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ സ്വർഗം നമുക്ക് ഒരു സാവകാശം കൂടെ തന്നു. ഞാനത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. സങ്കീർത്തനങ്ങൾ 81 അധ്യായം, 81 സങ്കീർത്തനത്തിൽ നിന്നാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് ഒരു വാതിൽ കാവൽക്കാരനായിട്ട് ശുശ്രൂഷ ആരംഭിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാത്തുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ താൻ വിശ്വസ്തനായപ്പോൾ കൈത്താളങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയായി താൻ മാറി. പിന്നീട് ഉള്ള തൻ്റെ വളർച്ചയിൽ ദാവീദ് രാജാവിൻ്റെ കാലഘട്ടം വന്നപ്പോഴേക്കും സ്തോത്രം ചെയ്യുവാൻ മാത്രമായി താൻ വലിയ സംഘങ്ങളെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിച്ചപ്പോൾ അതിനകത്തെ ഒരു പ്രധാന വ്യക്തിയായി ആസാഫും തൻ്റെ തലമുറകളും മാറുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ വിധത്തിൽ വിശ്വസ്തനായി നിന്ന ആസാഫിൻ്റെ തലമുറയെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ, ചില തലമുറകൾ പിന്നിടുമ്പോൾ, ദിനവൃത്താന്ത പുസ്തകങ്ങളിലേക്കൊക്കെ നാം പോകുന്ന സമയത്ത് കാലജ്ഞന്മാരായും കാണുന്ന അനുഭവമുണ്ട് എന്നോർക്കുക. അതുകൊണ്ട് ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളോട് നിങ്ങളുടെ ധൈര്യത്തിനായി ശുശ്രൂഷയിൽ ചെറിയ തുടക്കം, അല്പകാര്യങ്ങളുടെ ദിവസങ്ങളെ ആരും തുച്ഛീകരിച്ച് കളയണ്ട. ഒരു ചെറിയ തുടക്കമാണോ, ചെറിയ കാര്യമാണോ ചെയ്യാൻ കഴിയുന്നത്? പായിടാനേ കഴിയുന്നുള്ളൂ, അല്ലെങ്കിൽ ആരെയെങ്കിലും ഒന്ന് വാഹനത്തിൽ കൊണ്ടുവന്ന് ആ ശുശ്രൂഷയിലേക്ക് പങ്കെടുപ്പിക്കാനേ കഴിയുന്നുള്ളൂ? വളരെ ചെറിയ കാര്യമാണോ ചെയ്യുന്നത്? ആസാഫിനെ പോലെ നമുക്കതിൽ വിശ്വസ്തരാകാം. തമ്പുരാൻ നമ്മളെ അധികത്തിന് വിചാരകരാക്കും. അതുകൊണ്ട് ഒരു പക്ഷേ നമ്മുടെ ജീവിതകാലം മുഴുവൻ പായ് വിരിച്ചും പാത്രം കഴുകിയും കുക്ക് ചെയ്തും മറ്റാരും പുറത്ത് അറിയാത്ത ശുശ്രൂഷകൾ ദൈവരാജ്യത്തിൽ ചെയ്തിട്ട് പോകാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കത് ചെയ്യാം. കൈത്താളം ഏൽപ്പിച്ചാൽ നന്നായി കൈത്താളം കൈകാര്യം ചെയ്യാം. എന്ത് ഏൽപ്പിക്കുന്നോ അത് നമുക്ക് മനോഹരമായി ചെയ്ത് അക്കരെ നാട്ടിലേക്ക് പോകാം. കാലങ്ങൾ കഴിയുമ്പോൾ വെറും പാട്ടുകാരായും ആരാധനക്കാരായും മാത്രമല്ല, കാലജ്ഞന്മാരായി, കാലത്തെ വിവേചിക്കുന്നവരായി, those who can discern seasons and times, അങ്ങനെയുള്ളവരെ പോലും ആസാഫിൻ്റെ തലമുറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം നമ്മളോടും വിശ്വസ്തൻ തന്നെയായിരിക്കും. സ്തോത്രം. അതിനായി നമുക്ക് കാത്തിരിക്കാം. സ്വർഗ്ഗത്തിലെ ദൈവം അതിനായി നമ്മളെ സഹായിക്കട്ടെ. 81 സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ആസാഫ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ആസാഫ് പറയുകയാണ്, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. ആസാഫിന് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? ഈ ദൈവം എൻ്റെ ബലവാനായ ദൈവമാണ്. ഈ ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ പക്കലാണ് എൻ്റെ ബലം ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബലമായ ദൈവം, ദ ഗോഡ് ഹു സ്ട്രെങ്തൻസ് മീ, ഓർ ദ ഗോഡ് ഇൻ ഹും ഐ പുട്ട് മൈ ട്രസ്റ്റ്. ഞാൻ ഇന്ന് നിവർന്ന് നിൽക്കുന്നെങ്കിൽ, ബലത്തോടെ നിൽക്കുന്നെങ്കിൽ, അതിൻ്റെ കാരണക്കാരനായ ദൈവത്തിന് സ്തോത്രം പറയുക എന്ന് പറഞ്ഞ്, സ്തുതി പാടുക എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു സങ്കീർത്തനമാണിത്. അങ്ങനെ താൻ സ്തുതി പാടി തുടങ്ങിയിട്ട്
പറയുകയാണ്, ഈ സ്തുതി ഏതെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള ഒരു സമയത്ത് മാത്രമല്ല, അമാവാസിയിലും പൗർണമാസിയിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഇരുട്ടുള്ള രാത്രിയിലും വെളിച്ചമുള്ള രാത്രികളിലും, എൻ്റെ ജീവിതത്തിൻ്റെ കണ്ണുനീരിൻ്റെ താഴ്വരയിലും സന്തോഷത്തിൻ്റെ ആ നിറവിലും ഈ യഹോവയെ സ്തുതിക്കുവാൻ തക്കവണ്ണം എൻ്റെ ബലമായ ദൈവത്തിന് കീർത്തനം പാടുവാൻ ഞാൻ ഒരുക്കമാണ് എന്ന് പറയുന്ന ഒരു ആസാഫ് പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുകയാണ്, അമാവാസിയിലും പൗർണമാസിയിലും കാഹളം മൂതുവാനായിട്ട് പറഞ്ഞിട്ട് താൻ പറയുകയാണ്, ഇതൊരു ചട്ടമാണ്, ഇതൊരു പ്രമാണമാണ്, ദിസ് ഈസ് എ കമാൻഡ്മെൻറ്റ്, ഇതൊരു നിയമമാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് നാം ചെയ്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അമാവാസിയിൽ പിറുപിറുക്കാനും പൗർണമാസിയിൽ ഘോഷിപ്പാനും നമുക്ക് പ്രമാണമില്ല. രണ്ട് സമയത്തും ഒരുപോലെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നാൽ അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 6ാമത്തെ വാക്യമാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 6ാമത്തെ വാക്യം മലയാളത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ടവിട്ട് ഒഴിഞ്ഞു. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടെയാണ്, കർത്താവേ, എൻ്റെ തോളിൽ നിന്ന് ഈ ചുമടങ്ങ് നീൽക്കണം, എൻ്റെ കയ്യിൽ നിന്ന് ഈ കൊട്ടയൊന്ന് വിട്ടൊഴിയുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകണമേ. നമ്മുടെയൊക്കെ പ്രാർത്ഥനയാണ്, നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. എന്നാൽ കിങ് ജെയിംസ് വേർഷനിൽ അത് വായിക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ്. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. കർത്താവ് പറയുകയാണ്, I removed his shoulder from the burden and his hands were delivered from the pots. I removed his shoulders from the burden. അതല്പം വ്യത്യസ്തമായിട്ടല്ലേ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും നടക്കാനായി അല്പം എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്നതുമൊക്കെ തിരിച്ചാണ്. ഇവിടെ പറയുന്നു, അവൻ്റെ തോളിൽ നിന്ന് ഞാൻ ചുമട് നീക്കിയെന്നല്ല, അവൻ്റെ തോളിനെ ഞാൻ ചുമടിൽ നിന്ന് നീക്കി. അതല്പം വ്യത്യസ്തമല്ലേ? I removed his shoulders from the burden and I removed his hands, or his hands were delivered from the pots or from the basket. So shoulder from the burden, hands from the basket. നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ തോളിൽ നിന്ന് ആ ഭാരം മാറണം, എൻ്റെ കയ്യിൽ നിന്ന് ആ കുട്ട ഒഴിഞ്ഞു പോകണം. പക്ഷേ ദൈവം പറയുകയാണ്, ഇന്ന് ഈ ദൂത് കേൾക്കുന്ന എന്നോടും നിങ്ങളോടും തമ്പുരാന് പറയാനുള്ളത്, ഭാരം അവിടെ തന്നെ നിൽക്കട്ടെ, കൊട്ട അവിടെ തന്നെ നിൽക്കട്ടെ, നിന്നെ ഞാൻ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാം. നിന്റെ തോള് ഇനി ആ ഭാരത്തിൻ്റെ കീഴിൽ ഇരിക്കാതെ വണ്ണം നിന്റെ തോളിനെ ഞാൻ മാറ്റാം. അതായത്, the burden will be in the same place, the affliction will be in the same place, the problem will be in the same place, the atmosphere will not change, the people will not change, but I will change your position. Isn't it wonderful? സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നിന്റെ സ്ഥാനം മാറ്റിത്തരാം. ഏത് ഭാരത്തിൻ്റെ കീഴിലാണോ നിന്റെ തോളിരിക്കുന്നത്, നിന്റെ ജീവിതം ഇരിക്കുന്നത്, അവിടെ നിന്ന് ഞാൻ നിന്നെ മാറ്റാം. ആ പ്രശ്നം അവിടെ തന്നെ നിൽക്കട്ടെ, ആ വ്യക്തികൾ അവിടെ തന്നെ നിൽക്കട്ടെ, ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടന്നു പൊക്കോട്ടെ. പക്ഷേ ഐ എം ഗോയിങ് ടു ചേഞ്ച് യുവർ പൊസിഷൻ, ഐ എം ഗോയിങ് ടു അപ്ഗ്രേഡ് യു. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാ, ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യം, നാം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളെ ഇല്ലാതാക്കുകയല്ല, പകരം എൻ്റെ പൊസിഷൻ മാറ്റിയിട്ട്
എൻ്റെ തോളിലിരിക്കുന്ന പ്രതിസന്ധി ആ നിലവാരത്തിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ എന്നെ ദൈവം ഉയർത്തി ആ പ്രതിസന്ധിയുടെ മുകളിലാക്കിയാൽ എൻ്റെ തോളിലിരുന്ന ആ പ്രതിസന്ധി, എൻ്റെ തോളിലിരുന്ന ആ ഭാരം, എൻ്റെ തലയിലിരുന്ന ആ കുട്ട ഇപ്പോൾ എൻ്റെ കാൽ കീഴാകുന്ന വിധത്തിൽ തമ്പുരാൻ എൻ്റെ പൊസിഷനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. എത്ര പേർ വിശ്വസിക്കുന്നു? നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം. സ്തോത്രം. എത്ര മനോഹരമായ ഒരു അനുഭവമാണ് അത് എന്നോർക്കുക. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, എക്സഡസ് ചാപ്റ്റർ 6:6. അവിടെ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത്: ഐ വിൽ ബ്രിങ് യു ഔട്ട് ഫ്രം അണ്ടർ ദ ബേർഡൻസ് ഓഫ് ദി ഈജിപ്ഷ്യൻസ്. ഐ വിൽ ഡെലിവർ യു ഫ്രം ദെയർ ബോണ്ടേജ്. ഐ വിൽ റിഡീം യു വിത്ത് മൈ ഹാൻഡ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? മിസ്രൈം എന്ന് പറയുന്ന ആ ഭാരത്തിനകത്ത് നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം. മിസ്രൈം അവിടെ തന്നെ ഇരുന്നോട്ടെ, ഈജിപ്ഷ്യൻസ് അവിടെ തന്നെ ഇരുന്നോട്ടെ, മിസ്രൈമിൽ അവിടെ തന്നെ വാഴുകയോ അവർ വീണ്ടും അവരുടെ ജീവിതം തുടരുകയോ അവരുടെ പീഡനങ്ങൾ തുടരുകയോ അവരുടെ പാപങ്ങൾ തുടരുകയോ ഒക്കെ ചെയ്തോട്ടെ. പക്ഷേ ഇനി പീഡിപ്പിക്കപ്പെടുവാൻ നിന്നെ ഞാൻ അവിടെ വച്ചിരിക്കില്ല. നിന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാം. സ്തോത്രം. കർത്താവ് ചെയ്തത് അത് തന്നെയല്ലേ? ബാധ അയച്ചു, മോശയെ അയച്ചു, പെസഹ കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മിസ്രൈമിനെ നശിപ്പിക്കുകയായിരുന്നില്ല, ആ ദേശത്ത് നിന്ന് മിസ്രൈമിനെ ഓടിച്ചു കളയുകയായിരുന്നില്ല. എന്നാൽ മിസ്രൈമിന് ഇനി ഒരിക്കലും കീഴടക്കാൻ കഴിയാതെ വണ്ണം ഇസ്രായേലിനെ ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. ഇന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് വിശ്വസിക്കാം. എൻ്റെ തോളിൽ നിന്ന് ചുമട് നീങ്ങുകയല്ല, ആ ചുമടിൻ്റെ കീഴിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം. ആ ചുമടിൻ്റെ കീഴിൽ നിന്ന് ഞാൻ പുറത്തു വരുമ്പോൾ, അതിനുവേണ്ടി ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. പെസഹയുടെ പ്രമാണം തന്നാൽ പെസഹ ആചരിക്കണം. കയ്യിൽ വടി പിടിച്ചുകൊണ്ട് ചെരുപ്പിട്ടുകൊണ്ട് തിടുക്കത്തോടെ കയ്പിചീരയോടുകൂടെ ചേർത്തത് ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഭക്ഷിക്കണം. ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണം. നടക്കണമെന്ന് പറഞ്ഞാൽ നടക്കണം. അതൊക്കെ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. So if we are ready to follow his instructions, he is ready to take us out of the burden of the Egyptians. ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളെ വിടുവിക്കട്ടെ, മിസ്രൈമിനെ ശിക്ഷിക്കുന്നത് ഞങ്ങൾ കാണട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഈ പറയുന്ന വാഗ്ദത്തം നടക്കില്ല. ദൈവം പറയുന്നതിനനുസരിച്ച് ചുവട് വെച്ചാൽ സ്വർഗം നമ്മെ ആ ഭാരത്തിൻ്റെ മുകളിലാക്കുവാൻ വിശ്വസ്തനാണ്. പഴയ നിയമ ഭക്തന്മാർക്ക് വേണ്ടി ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തത്തിൽ മറഞ്ഞവർക്ക് വേണ്ടി സ്വർഗം അത് ചെയ്തെങ്കിൽ, അറുക്കപ്പെട്ടിട്ടും ഇന്ന് നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ മറഞ്ഞ് വീണ്ടും ജനനം പ്രാപിച്ച എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം എത്രയധികം ഇത് ചെയ്യും. നമുക്കത് ഒരുമിച്ച് വിശ്വസിക്കാം. അവിടെ ദൈവം പറയുകയാണ്, ഐ വിൽ റെഡ്യൂം യു വിത്ത് മൈ സ്ട്രെച്ച്ഡ് ഔട്ട് ആം ആൻഡ് ഗ്രേറ്റ് ജഡ്ജ്മെന്റ്സ്. എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് ഞാൻ നിങ്ങളെ വിടുവിക്കാം. എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് ഞാൻ ആ ഭാരമെടുത്തു മാറ്റാമെന്നല്ല സ്വർഗം പറയുന്നത്. എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് I am going to change your position. I am going to bring you out from under that burden. ആ ഭാരത്തിൻ്റെ അടിയിൽ നിന്ന് ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാം. എത്ര മനോഹരമായ ഒരു കാര്യമാതല്ലേ? നമുക്ക് ഈ ദിവസങ്ങളിൽ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാം.
ആ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ തുടർന്നോട്ടെ, പക്ഷേ അതിനകത്ത് ജയകരമായി ജീവിപ്പാനുള്ള ഒരു കൃപ. The source of burden or affliction or sickness or the situation for stress and fear, let it be there. But God will move us out. God will bring us out. Even in the midst of the struggles, you will be living in freedom. അതാണ് പുതിയ നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥ സങ്കീർത്തനക്കാരനിലൂടെ സ്വർഗം പറഞ്ഞു വെക്കുകയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാത്യു ചാപ്റ്റർ 11 വേഴ്സസ് 28 to 30, നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ് അല്ലേ? അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത് എന്താണ്? അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരും. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പീൻ. എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് യു ആർ അണ്ടർ ദ ബർഡൻ ഓഫ് സിൻ. You are under the yoke of Satan. Now, what I am going to do is, as I have instructed my chosen people, the 4th generation of Abraham, അബ്രഹാമിൻ്റെ 4-ാം തലമുറയോട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിട്ടുപോരാ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. സോ നമുക്ക് ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയാം. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ലേ? വാസ്തവമായും ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാം. നമ്മളെ ഞെരുക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, നമ്മളെ തകർക്കുമെന്ന് വാദിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ, ഏറ്റവും പ്രധാനമായി ആ പാപത്തിൻ്റെ നുഖത്തിൽ നിന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, പാപത്തിൻ്റെ നുഖം, ആ ഭാരം, the burden of sin, the yoke of Satan, you are carrying it. Come out of it, because you cannot live in a world without sin. പാപമില്ലാത്ത ഒരു ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പാപം, യു ആർ ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് സിൻ, ബട്ട് യു ക്യാൻ ബി ഔട്ട് ഓഫ് ദ പവർ ഓഫ് സിൻ. അത് കഴിയും. ബിക്കോസ് ദ പവർ ഓഫ് സിൻ ഈസ് ഡിഫീറ്റഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. The penalty of sin is paid. The power is taken away, but the presence is there. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16:33 ഇങ്ങനെ വായിക്കുന്നു, ഇൻ ദ വേൾഡ് യു വിൽ ഹാവ് ട്രിബുലേഷൻ, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാരങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, യു ഹാവ് ട്രിബുലേഷൻസ്. എന്നാൽ ഞാൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. ലോകം പാപത്തിൻ്റെ അടിയിൽ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും എന്നെയും നിങ്ങളെയും, എൻ്റെയും നിങ്ങളുടെയും മേൽ നിന്ന്, തോളിൽ നിന്ന് ഈ പാപത്തിൻ്റെ ചുമട് നീക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പാപത്തിൻ്റെ ചുവട് നീങ്ങുന്നതിനോടൊപ്പം ശാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ജീവിതത്തിൽ വരാവുന്ന, ഹല്ലേലൂയ സ്തോത്രം, അതിനെ തുടർന്ന് വരാവുന്ന പല കാര്യങ്ങളുടെയും ചുമടുകൾ ദൈവം നീക്കുകയാണ്. 4 ആൾ ചുമന്നുകൊണ്ട് ഒരു പക്ഷവാതക്കാരനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. യേശു അവൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പക്ഷവാതം സൗഖ്യമാണ്. ദാറ്റ് വാസ് ഹിസ് ബേർഡൻ. ആ
ആ പക്ഷപാതമാണ് അവനെ ആ കിടക്കയോട് ചേർത്ത് ബന്ധിച്ചു വെച്ചിരുന്നത്. പക്ഷപാതത്തെ അല്ല ദൈവം മാറ്റിയത്, പകരം പക്ഷപാതത്തിൻ്റെ അടിയിൽ അവനെ ആക്കാൻ കാരണമായി തീർന്ന ആ പാപത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചു. ജീസസ് റിലീസ്ഡ് ഹിം ഔട്ട് ഓഫ് ദ സോഴ്സ് ഓഫ് ദാറ്റ് സിക്നസ്. നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ കിടക്കെടുത്ത് നീ വീട്ടിലേക്ക്. ദൈവം ഇതിലെ അതനുസരിക്കാനായിട്ടുള്ള, വിശ്വാസത്തോടെ അതനുസരിക്കാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവനുണ്ട്. എൻ്റെ പക്ഷപാതത്തോട് ദൈവം കൽപ്പിച്ചില്ലല്ലോ, എൻ്റെ രോഗം മാറാനായിട്ട് യേശു പറഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ എഴുന്നേൽക്കും? ദിസ് ഈസ് വേർ ദ പ്രോബ്ലം ഈസ്. നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ രോഗം മാറിയിട്ട്, ആ ക്ഷീണം മാറിയിട്ട്, ആ വിഷയം മാറിയിട്ട്, ആ വ്യക്തി മാറിയിട്ട് അല്ല. അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നമ്മെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് മാറ്റി. He's going to change our position. Not the position of the affliction, not the position of the burden. Let it be there. അവൻ ആ പക്ഷപാതക്കാരൻ കിടക്കെടുത്ത് പുറത്തേക്ക് വരുമ്പോൾ ഓർത്ത് നോക്കിക്കേ, അവൻ എങ്ങനെയായിരിക്കും വന്നത്? ആസ് ആൻ ഓവർകമർ. അവൻ എന്തിനെ ഓവർകം ചെയ്തു? അവനോട് ചോദിച്ചാൽ അവൻ പറയും, ഐ ഹാവ് ഓവർകം ദ പാരലിസിസ്. ഞാൻ പക്ഷപാതത്തെ ജയിച്ചിരിക്കുന്നു. പക്ഷെ യേശു പക്ഷപാതത്തെ ഡീൽ ചെയ്തില്ല. ഹീ ഹാസ് ഡെൽറ്റ് വിത്ത് ഹിസ് സിൻ. യേശു അവൻ്റെ പാപത്തെയാണ് ഡീൽ ചെയ്തത്. സ്തോത്രം. നമുക്കും ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ തോളിൽ നിന്ന് ചുമട് നീങ്ങുകയല്ല, ചുമടിൽ നിന്ന് എനിക്കൊരു മോചനം. നമ്മുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന നുകമേത, നമ്മുടെ തലമുറകളുടെ മേൽ ശത്രു വെച്ചിരിക്കുന്ന നുകമേത, അതിൻ്റെ പേരെന്തുമായിക്കോട്ടെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ സ്വഭാവത്തിൻ്റെ, ആ ദുസ്വഭാവത്തിൻ്റെ കീഴിൽ നിന്ന്, പിടിയിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനൊരു മോചനം. ആ വിഷയത്തിൽ നിന്ന് എനിക്കൊരു മോചനം. എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമ്പോഴും, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ആൻഡ് യു ഷാൽ ഫൈൻഡ് റെസ്റ്റ്, ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഫ്രം മീ. സ്തോത്രം. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനം തരാം. എന്ത് റെസ്റ്റാണ് ഇവിടെ പ്രോമിസ് ചെയ്തിരിക്കുന്നത്? റെസ്റ്റ് ഫ്രം സെൽഫ് എഫേർട്ട്, റെസ്റ്റ് ഫ്രം വെയിൻ സീക്കിംഗ്, ആൻഡ് റെസ്റ്റ് ഫ്രം ദ ബേർഡൻസ് ഓഫ് ആൻ എംപ്റ്റി സിൻഫുൾ ലൈഫ് വിത്തൗട്ട് ഹോപ്പ്. It is not rest from troubles, but it is rest in troubles. അതാണ് ഞാൻ പറഞ്ഞു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും കഷ്ടങ്ങളുടെയും വേദനകളുടെയും രോഗത്തിൻ്റെയും കുടുംബ പ്രശ്നങ്ങളുടെയും അഡിക്ഷൻസിൻ്റെയും അതിനകത്ത് നിന്നുള്ളൊരു വിടുതലല്ല, അതിനകത്ത് നാം അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം. അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തോളിൽ അതില്ലാത്ത ഒരനുഭവം. ഞാൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ, God is going to change our position, not the position of the burden. ആ ഭാരത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, വേദനയുടെ, കഷ്ടത്തിൻ്റെ, രോഗത്തിൻ്റെ, നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന എന്താണെങ്കിലും, എന്ത് മാറിപ്പോകാനാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ പൊസിഷൻ അവിടെ തന്നെ നിൽക്കുമ്പോൾ നാം ദൈവത്തോട് ചേർന്ന്, അവൻ്റെ നുകമേറ്റ് അവനോട് ചേർന്ന് പഠിക്കുമ്പോൾ, ഹിസ് ഔട്ട്സ്ട്രെച്ച്ഡ് ആംസ്,
അവൻ്റെ നീട്ടിയ ഭുജം നമ്മെ എടുത്ത് ആ ഭാരത്തിൻ്റെ മുകളിൽ, ആ വിഷയത്തിൻ്റെ മുകളിൽ, ആ വിഷയം നമ്മുടെ കാൽ കീഴാകുന്ന ഒരനുഭവം. അത്തരത്തിലുള്ള ഒരനുഭവം പഴയ നിയമ ഭക്തന്മാർ അനുഭവിച്ചു എങ്കിൽ എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയും. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം. അപ്പച്ചാ, ഞങ്ങളുടെ തോടിൽ നിന്ന് ചുമട് മാറുകയല്ല, ചുമടിൻ കീഴിൽ നിന്ന് ഞങ്ങളുടെ പൊസിഷൻ മാറുന്ന, തോള് മാറുന്ന അനുഭവം. ഞങ്ങളുടെ തലയിൽ നിന്ന്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊട്ട മാറുകയല്ല, കൊട്ടയിൽ നിന്ന് ഞങ്ങൾ ഡെലിവേർഡ് ആകുന്ന ഒരനുഭവം. കർത്താവേ, ഇതിൻ്റെ ആഴത്തിൽ ഞങ്ങൾക്കിതൊന്ന് അനുഭവിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന ആ ഹോസ്റ്റലിനകത്ത് അവരെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഡ്രഗ്സിൻ്റെ നടുവിൽ, അവരെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടുകെട്ടിൻ്റെ നടുവിൽ, അതിൻ്റെ ഒത്ത നടുക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങയുമായി യോക്ടാകുന്ന ഒരനുഭവം, അങ്ങയുമായി ചേരുന്ന ഒരനുഭവം, അതേ സാഹചര്യത്തിൽ ജയകരമായി ഞാനും എൻ്റെ കുടുംബവും അങ്ങയെ സേവിച്ച് ജീവിക്കുന്ന ഒരനുഭവം. സഭയെ തകർക്കാനായി ശ്രമിക്കുന്ന എല്ലാറ്റിൻ്റെയും നടുവിൽ ഓടിപ്പോകുന്ന അനുഭവമല്ല, പകരം അങ്ങയുടെ മുഖമേറ്റ, അങ്ങയോട് പഠിച്ച്, അങ്ങിൽ നിന്നുള്ള റെസ്റ്റ്, നോട്ട് റെസ്റ്റ് ഫ്രം ദ ട്രബിൾസ് ഓഫ് ഫാദർ, ബട്ട് റെസ്റ്റ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ട്രബിൾസ്, ഇൻ ട്രബിൾസ് ഓഫ് ഫാദർ. ഞങ്ങളത് അങ്ങയോട് ചോദിക്കും. ഈ വചന വെളിപ്പാടിൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കും. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.